സമസ്തക്കൊരു പോറലേക്കൂല. കാരണം ഇത് കറാമത്തിന്റെ പ്രസ്ഥാനമാണ്. ഇത് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ തലയിന്ന് വന്നതാണ്. അതൊന്നും പോറലേൽപ്പിക്കാൻ നമ്മൾ ആര് ശ്രമിച്ചോര് പിന്നോട്ട് പോകുന്നല്ലാതെ സമസ്തക്കൊരു പോറലേക്കൂല. കടിച്ചോരെ പല്ല് പോവും ലാസ്റ്റ് സമയത്ത്. അള്ളാഹു കാക്കട്ടെ. തൊട്ടത് ഏതാ പൊന്നാവാത്തത്? മദ്രസ തുടങ്ങി. ഏറ്റവും വലിയ മദ്രസകൾ സമസ്തന്റെ കീഴിൽ, വിദ്യാഭ്യാസ ബോർഡ് സമസ്തന്റെ കീഴിൽ. അവസാന ഉദാഹരണത്തില് സമസ്തന്റെ കീഴ്ഘടകമാണ് ഊന്നുവടി എന്ന് ശംസുൽ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ് SKS. 10 കോടി പിരിച്ചു. എത്ര എളുപ്പ പിരിഞ്ഞത്? ചിലര് പറഞ്ഞു അന്ന് 3 കോടിന്റെ അപ്പുറം പോകില്ല. കൂടി വന്ന 3 കോടി 10 കോടി. അതിനുശേഷം തഹയ്യ വന്നു. 4 കോടിന്റെ മേലെ കയറൂല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. 40ന്റെ മേലാണ്ട് കയറി. അതിനുശേഷം മഹാനായ സയ്യിദ് ജിഫി തങ്ങളുടെ ശതാബ്ദി യാത്ര. ആ യാത്ര ഇങ്ങനെ ലൈവില് കാണുമ്പോൾ എനിക്കൊന്ന് മഹലൊക്കെ കൂടി ഒപ്പം നടക്കണോ? നാടും നഗരവും കുന്നും മലയും തെങ്ങും ഒക്കെ ഒപ്പുണ്ടോന്ന് തോന്നിപ്പോവാ. നടന്നിട്ട് പൂതിയില്ല. ശ്വാസം മുട്ടണവർ ആ കൂട്ടത്തിലുണ്ട്, കുരക്കണവർ ആ കൂട്ടത്തിലുണ്ട്, പ്രായമുള്ളവർ ആ കൂട്ടത്തിലുണ്ട്, ഓരോ മണിക്കൂറിൽ മൂത്രയിക്കേണ്ട ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട്. പക്ഷെ എന്താ നടന്നതെന്ന് ആർക്കും അറിയണില്ല. ഒരു വലിയ ഉസ്താദ് പറയാണ്, ഇതൊന്നും ഈ മനുഷ്യന്മാരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റണല്ല, ബാക്കിൽ എന്തൊക്കെ നിയന്ത്രണം വേറുണ്ട്. ബുദ്ധികൂർമ്മതയുള്ളവർക്ക് അല്പവാചകം പോരേ, കാര്യം മനസ്സിലാകാ എന്തിനാ പിന്നേറെ.